ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. എത്ര ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളത് വലിയൊരു ചടങ്ങ് തന്നെയാണല്ലേ. അപ്പോൾ അതിനുള്ള എളുപ്പമാർഗമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ തേങ്ങയൊക്കെ വില കൂടുതലാണെന്ന് അറിയാം, എങ്കിലും തേങ്ങയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവല്ലോ. അപ്പൊ നമ്മൾ തേങ്ങയൊക്കെ ചിരകി എടുക്കുന്ന ടൈമിൽ തേങ്ങയിൽ നിന്നുള്ള പൊടിയൊക്കെ വീഴാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പൊടി വീഴാതിരിക്കാനായിട്ട് തേങ്ങ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വെട്ടുന്നതിന് മുന്നായിട്ട് തേങ്ങ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വെട്ടിയിട്ട് തേങ്ങ ചിരകി എടുക്കുകയാണെങ്കിൽ ആ ഒരു ചിരവിയ തേങ്ങയിലോട്ട് ഈ ഒരു ചിരട്ടേന്നുള്ള ചകിരിപ്പൊടി വീഴുന്നത് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലെ നിലക്കടലയൊക്കെ വറുത്തെടുത്തു കഴിഞ്ഞാൽ തൊലി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഇതൊക്കെ തൊലി കളയുന്ന സമയത്ത് നമ്മുടെ എവിടുന്നാണ് തൊലി കളഞ്ഞ് ആ ഒരു ഏരിയ മൊത്തം ഉണ്ടാവും ഇതിന്റെ തൊലി. പിന്നീട് അത് തൂത്തുവാരി കളയാനായിട്ട് നിൽക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു നെറ്റാണ്. ഇതിപ്പോ എനിക്ക് വെളുത്തുള്ളി വാങ്ങിയപ്പോൾ കിട്ടിയൊരു നെറ്റാണ്. അത് ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു നെറ്റിലോട്ട് ഇതുപോലെ വറുത്ത കടല ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ നെറ്റിലോട്ട് വറുത്ത കടലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയെടുക്കുക കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മിയെടുക്കുമ്പോഴേക്കും ആ ഒരു നെറ്റിന്റെ ഉള്ളിൽ കൂടി തൊലികളൊക്കെ താഴോട്ട് വീഴുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് തൊലികളൊക്കെ കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഇതുപോലെ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് തിരുമ്മി കൊടുത്താൽ ആ ഒരു ഭാഗം മാത്രം, അതായത് കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ മാത്രമേ ആ ഒരു തൊലികളൊക്കെ വീഴുള്ളൂ. അത് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നെറ്റിൽ ബാക്കി കിടക്കുന്ന തൊലികളൊക്കെ താഴെ വീണോളും. അപ്പൊ ഇതുപോലെ നെറ്റൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു നിലക്കടല ഞാനിപ്പോ വറുത്തെടുത്തത് നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയും ഭാഗത്ത് മാത്രമേ തൊലികളായിട്ടുള്ളൂ. ഇത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി നിലക്കടലയൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള സ്റ്റിക്കർ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. ഒന്നുകിൽ സാധാരണ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കർ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മാത്രം ഇതുപോലെ തീയിലൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പൊ ഇതാ സ്റ്റിക്കർ വരുന്ന ഭാഗം അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതൊന്ന് ഇളക്കി കാണിച്ചു തരാം. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കിടുന്ന ആ ഒരു ഗമ്മിന്റെ പാട് കളയാനായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പാടും ഇല്ലാണ്ടിരിക്കും കേട്ടോ. അപ്പൊ പുതുതായിട്ട് പാത്രങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിലെ സ്റ്റിക്കർ ഈ ഒരു രീതിയിൽ ഒന്ന് കളഞ്ഞു നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്റെ കയ്യിൽ ഒരു പഴയ ചൂല എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പഴയ ചൂലൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്റ്റിക്കാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ചൂലിന്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കടത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ടാപ്പ് ചുറ്റി കൊടുക്കുകയാണ്. നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇതിപ്പോ ടാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ ഇതിന്റെ മുകൾ ഭാഗത്തും ഈ ഒരു രീതിയിൽ തന്നെ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. കാരണം പഴയ ചൂലായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ മാറാലയൊക്കെ ഈസി ആയിട്ട് തൂത്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എത്ര ഉയരത്തിലുള്ള മാറാലയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തൂത്തെടുക്കാനായിട്ട് പറ്റും.
പിന്നെ എടുക്കുന്ന ടൈമിൽ ആ ഒരു സ്റ്റിക്ക് വലിപ്പമുള്ള അതായത് നീളത്തിലുള്ള സ്റ്റിക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ ഒരു തവണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറെ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു മാറാലയുടെ കാര്യത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ തൂത്ത് കഴിഞ്ഞാലും ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച കഴിയുമ്പോഴേക്കും ഇത് പിന്നെയും വരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ടിപ്പാണിത്. നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ ആ ഒരു ടിപ്പ് എന്താന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള പാത്രം എടുത്തതിന് ശേഷം ആ ഒരു പാത്രത്തിലോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഒരു പാത്രത്തിലോട്ട് ഞാൻ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂണോളം വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അടപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു വൈറ്റ് കളർ തുണിയാണ്. ഇതിപ്പോ മിക്കവരുടെയും വീട്ടില് വെള്ള കളർ ചുമരായിരിക്കും. അപ്പൊ നമ്മൾ വേറൊരു കളർ തുണി എടുക്കുന്ന ടൈമിൽ ആ ഒരു തുണിയുടെ കളറ് ചുമരിലോട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വെള്ള കളർ തുണി എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തുണിയുടെ കളറൊന്നും ഇളകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു തുണി എടുത്താലും മതി. ഇനി ഞാൻ ഈ ഒരു തുണി ഈ ഒരു വിനാഗിരി വെള്ളത്തിലോട്ട് മുക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇനി ഈ ഒരു തുണി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചൂലുണ്ടല്ലോ, ആ ഒരു ചൂലിലോട്ടൊന്ന് ചുറ്റി കൊടുക്കാം. തുണി ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ടതിന് ശേഷം ചൂല് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അവസാനമായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നമ്മൾ തൂത്തെടുക്കുന്ന ടൈമിൽ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോരില്ല. ഇനി ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ മാറാലയൊക്കെ കൂടുതൽ കാണുന്ന ഭാഗങ്ങളിൽ തൂത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാറാലയൊക്കെ പെട്ടെന്ന് കിട്ടുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല്ലിയുടെ ശല്യമൊക്കെ കുറക്കാനായിട്ട് ഈ ഒരു വിനാഗിരി വെള്ളം വളരെ നല്ലതാണ് കേട്ടോ. സാധാരണ ചുമരിനേക്കാളും കൂടുതലായിട്ട് മാറാലശല്യം കണ്ടുവരുന്നത് ജിപ്സത്തിന്റെ ഇടയിലൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പൊ അത്തരം ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ വിനാഗിരി വെള്ളം കൊണ്ട് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മാറാല പെട്ടെന്ന് കിട്ടുന്നത് ഇല്ലാണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇനി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മളിൽ മിക്കവരും ലെഗിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ ഇതുപോലെ ലെഗിൻസ് ഒക്കെ ഒത്തിരി കാലം യൂസ് ചെയ്യുന്ന ടൈമില് പ്രത്യേകിച്ച് വാഷിംഗ് മെഷീനിലൊക്കെ അലക്കിയെടുക്കുന്നതാണെങ്കിൽ ആ ഒരു ലെഗിൻസിന്റെ ഈ ഒരു എലാസ്റ്റിക്കിന്റെ ഭാഗം നന്നായിട്ട് അങ്ങ് ലൂസ് ആവും. പിന്നീട് നമുക്ക് ഈ ഒരു ലെഗിൻസ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറും. ചിലപ്പോൾ നമ്മൾ ഈ ഒരു ലെഗിൻസ് വാങ്ങിയിട്ട് 3-4 തവണ യൂസ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. സാധാരണ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കിയെടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കാണാറുള്ളത് കേട്ടോ. കയ്യിലാണ് നമ്മൾ അലക്കിയെടുക്കുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എലാസ്റ്റിക് പോയ ഒരു ലെഗിൻസ് ആണ് ഇത്. അപ്പൊ ഈ ഒരു എലാസ്റ്റിക് പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഈ ഒരു മുൻഭാഗത്തെ സ്റ്റിച്ച് കണ്ടില്ലേ, ആ ഒരു സ്റ്റിച്ചിന്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന്റെ ഉള്ളിൽ എലാസ്റ്റിക് ഒക്കെ കാണും. ആ ഒരു എലാസ്റ്റിക് നമുക്ക് വലിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ആ ഒരു പാന്റിന്റെ തുണിയുടെ കൂടെ തന്നെ കൂട്ടി തയ്ച്ചിട്ടാണ് ഉണ്ടാവുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കൂട്ടി തയ്ച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യത്തിലുള്ളൊന്നും നമുക്ക് കിടക്കണ്ട. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഈ ഒരു വള്ളിയാണ്. ഈ ഒരു വള്ളി സാധാരണ നമ്മൾ പാന്റിനൊക്കെ ഇടുന്നത് പോലെ ഈ ഒരു ലെഗിൻസിനെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിന്റെ ഉള്ളിൽ കൂടി നമുക്ക് കടത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു വള്ളി കടത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സേഫ്റ്റി പിൻ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഹോൾസിൽ കൂടി നമ്മൾ 2 ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഹോളിൽ കൂടി ഈ ഒരു രീതിയിൽ ഒന്ന് കടത്തി കൊടുക്കുക. ഇനി നമുക്ക് തൊട്ടടുത്ത ഹോളിൽ കൂടി ഇതുപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് സാധാരണ പാന്റ് പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എലാസ്റ്റിക് പോയ പാന്റ് ആണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലെ എലാസ്റ്റിക് ഒക്കെ പോയിട്ട് ഇടാതെ മാറ്റി വെച്ചിരിക്കുന്ന പാന്റ് ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.